ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂളൊരു ദിവസത്തെ രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിലേക്ക് പോകുന്നത് വരെയുള്ള അടുക്കളയിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എഴുന്നേറ്റ് വന്ന് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ കേട്ടോ. വെറും വയറ്റിൽ ചെറു ചൂട് കൊടുക്കുന്ന വെള്ളം കുടിക്കാനുള്ളത് വെക്കും. അത് ചെയ്യുക. അതിലൊരു ഇത്തിരി ആയമോദം ഇട്ട് കൊടുത്തിട്ട് കുടിക്കും കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെറു ചൂട് കൊടുക്കുന്ന വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാം. ഗ്യാസൊക്കെ പോകും, വയറ് ശുദ്ധിയാവും എന്നാണ് പറയുന്നത്. നമുക്കിനി ഇന്നൊക്കെ കറിക്ക് വേണ്ടത് കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ തക്കാളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കോളിഫ്ലവറൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി കറിക്കുള്ളത് മുറിക്കേണ്ട. അപ്പോൾ ഞാൻ വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ചട്ടിയിൽ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് തന്നെ മുറിച്ചിടാമല്ലോ. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അത് കഴുകി അത് നേരം പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ എടുത്ത് നന്നായി ഒന്ന് കഴുകിയിട്ട് നമുക്ക് തക്കാളിയൊക്കെ 2 തക്കാളി ഇട്ടാൽ ഇത്രയ്ക്ക് വലിപ്പണ്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 പച്ചമുളക് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്താൽ ഇനി ഇതിൽ കുരുമുളകും ഇടുന്നുണ്ട്, പിന്നെ ഉണക്കമുളകും ഇടണം. കാരണം അപ്പോൾ അരിവൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇനി എന്താ കറി വെക്കാമെന്ന് ഒന്നുമില്ലയെന്ന് വിചാരിച്ചാൽ 2 തക്കാളി പച്ചമുളകും ഒക്കെ ഉണ്ടായാലേ നമുക്ക് കറി വെക്കാൻ പറ്റും കേട്ടോ. പച്ചമുളകൊന്ന് നടുനീളെ മുറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കറിവേപ്പില തണ്ട് ഒന്ന് കളഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ചായയുടെ കടി ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് പൊടി നനച്ചേക്കാനുള്ള പാത്രം എടുത്തുകൊണ്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അവിടെ കോളിഫ്ലവർ ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ഇതാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സോർക്കയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് വരെ ഒന്നായി വെള്ളത്തിയിട്ടേക്കുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടെടുത്ത് ഒരു കപ്പിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കലക്കിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നനച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ നനച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം വെക്കും. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇനി പുട്ടുണ്ടാക്കുക കേട്ടോ. ഇനി ഈ കോളിഫ്ലവർ ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി കഴുകിയിട്ട് അതൊന്ന് വാര വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 4:45 ഇടിച്ചിട്ടുള്ളായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ വരയ്ക്കാൻ വെച്ച് പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ട് നിസ്കരിക്കാൻ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വാതിലൊന്ന് തുറന്നിടണ്ട. അപ്പോൾ ഒന്ന് അകത്തേക്കൊന്ന് ഫ്രഷ് എയർ കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാതിൽ തുറന്നിടണം കേട്ടോ. അപ്പോൾ വീട്ടിലിപ്പോൾ ഞാനും എണീറ്റിട്ടുണ്ട്, മോനും എണീറ്റിട്ടുണ്ട് കേട്ടോ. മൂത്ത മോനിക്ക് +2 CBSE-കാർക്ക് പരീക്ഷ മോഡൽ എക്സാം പോലെ ഇങ്ങനെ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വന്ന് പുട്ടിന് വയ്ക്കാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് അത് അടുപ്പത്ത് വെച്ച് തേങ്ങ ചിരകി പിന്നെ പുട്ടൊന്നും കൂടി ഒന്ന് നനച്ച് അതൊന്ന് ഉതിർത്തതിന് ശേഷം പുട്ട് ചൂടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ മാറിയിട്ടാണ് ഉണ്ടാക്കല്. എന്നാൽ പുട്ടായിരിക്കും മിക്കവാറും കൂടുതൽ ഉണ്ടാക്കണേൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കണേൽ കൂടുതൽ എളുപ്പപ്പണി നമുക്ക് പുട്ടാണല്ലോ. അപ്പോൾ പുട്ടായിരിക്കും ഇരിക്കട്ടോ. ആഴ്ച ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ പുട്ടുണ്ടാക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ ഓരോന്ന് മാറിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴത്തേനും ഞാൻ കോളിഫ്ലവർ ഒന്ന് കായം പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ഇഞ്ചിയും പച്ചമുളക് ചതച്ചതും മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സുറക്കി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചിട്ട് മസാല പരട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് പൊരിക്കാൻ വെക്കാമല്ലോ. അപ്പോൾ പുട്ടിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തക്കാളി ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്ത് തരുന്നത് കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമായ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നാരങ്ങ വെളുപ്പത്തിൽ നമുക്ക് പുളിക്ക് ആവശ്യമുള്ളത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ പുട്ടും കുറ്റിയൊക്കെ കഴുകി വെച്ച് ഇനി ചോറിനുള്ള അരി കുക്കറിലാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അത് കഴുകിയിട്ട് ചോറ് വയ്ക്കാനുള്ള അരി അടുപ്പുമ്മ വയ്ക്കാൻ പോവാണ് കേട്ടോ.
ഇന്ന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കുക്കർ വാങ്ങിയ അതിലത്തെ പുതിയൊരു കുക്കറാണ് കേട്ടോ. അത് തക്കാളി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നന്നായി വറുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ പൊടിയായി കാരണം പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് 1 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ ചൂടിലൊന്ന് തേങ്ങ ഒന്ന് 4-5 പ്രാവശ്യം ഒന്ന് ആക്കിയിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പിന്നെ തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറി നന്നായി തിളച്ച് തക്കാളിക്ക് വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പച്ചത്തേങ്ങയുടെ ആ മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടൊന്ന് നീക്കി വെക്കുക. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ കറി വറുത്തെടുത്ത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇനി എടുത്ത പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ച് അപ്പോഴത്തേനിതാ നമ്മുടെ കുക്കർ അടിച്ചിട്ട് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിൽ അടിച്ചപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ട് വറക്കാനും വെച്ചിട്ടാണ്. ഇനി ടിഫിൻ ബോക്സൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോറ് ഒന്ന് വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആവിയിൽ കിടന്നിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പൈപ്പിൻ്റെ അടിയിൽ കൊടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ വിസിലിങ്ങനെ കളഞ്ഞ് തണുത്തിട്ടുണ്ടായിരുന്നു. അധികം ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അടിയിലും മുകളിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വിസിൽ മാറ്റി വെച്ചിട്ട് തുറന്നെടുത്തു കേട്ടോ. ഇനി ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അധികം ഇവിടെ ചോറ് വല്ലാതെ അത് കുറച്ച് വെക്കണുള്ളൂ. അത് കാരണം കുക്കറിലിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചോറ് പൊട്ടിക്കാൻ വെച്ചിട്ടോ. കോളിഫ്ലവർ ലാസ്റ്റ് വറുത്ത് കോരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചായക്കുള്ള വെള്ളം വെച്ച് കഴിഞ്ഞ് ചോറും പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് കുട്ടികൾക്ക് ചോറാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരാളൊന്നും പോകണില്ല, ഒരാൾക്ക് ചുമയും പനിയായി കാരണം ഒരാൾ പോകണില്ല, ബാക്കി 2 ആളാണ് പോണത് കേട്ടോ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ചോറൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പണി ഇനി നമുക്ക് പാത്രത്തിലൊക്കെ ചോറാക്കാം കേട്ടോ. ഓരോരുത്തർക്ക് ഇത്ര ടീസ്പൂണ് അല്ലെങ്കിൽ കയ്യിൽ കണക്ക് എന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ട് കേട്ടോ. ചെറിയ ആൾക്ക് 3 ടീസ്പൂണൊക്കെ മതി എന്നാണ് പറയട്ടോ. എന്നാലും കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കും നമ്മൾ. അവർ പറയുന്ന അനുസരിച്ചല്ല. ഞങ്ങൾക്ക് മദ്രസ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും ഇടണമെന്ന് നോക്കിയിട്ട്. അപ്പോൾ 2ാമത്തെ ആൾ മദ്രസയിൽ നിന്ന് പോയിട്ടില്ല, വയ്യാത്ത കാരണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആക്കട്ടെ കേട്ടോ. മൂത്താൾക്കും താഴെ ആൾക്കുള്ളത് ചോറാക്കിയിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ കോളിഫ്ലവർ പൊരിച്ചത് വെച്ച് കൊടുത്തിട്ട് പാത്രത്തിൽ കറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. മൂത്താൾക്കും താഴെ ആൾക്കും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ പാത്രത്തിലാണ് ആദ്യമൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അവർ അത് കഴിക്കാണ്ട് ചില കറികൾ പച്ചക്കറികളായ കാരണം കഴിക്കാണ്ട് വരും. അപ്പോൾ ചോറിൻ്റെ മുകളിലാവുമ്പോൾ താഴെ ആൾക്ക് 2 പേർക്കും ടീച്ചർമാർ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അവരെ പിടിച്ചിട്ട് കഴിക്കും കേട്ടോ. നമുക്ക് എന്നും ഇപ്പോൾ നോൺ വെജ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇവർ എങ്ങനെയെങ്കിലും പച്ചക്കറി കഴിക്കുക എന്നുള്ളതല്ല നമ്മളിത്. അപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉണ്ടാകും നോൺ വെജ് വെച്ച് കൊടുക്കുമെങ്കിലും പച്ചക്കറിയും വെച്ച് കൊടുക്കാൻ നോക്കും കേട്ടോ. സാമ്പാർ ഇഷ്ടമാണ്, സാമ്പാറൊക്കെ കഴിക്കും. അതുപോലെ കറികളൊക്കെ വെച്ച് കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ. ഈ കറിപ്പാത്രങ്ങളിൽ കറിയൊക്കെ ആക്കിയിട്ട് ചോറ് അടച്ചിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ കേട്ടോ. കൊണ്ടുവച്ച് കൊടുത്താൽ അവർ കെട്ടിയെടുത്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ ഒരു പാത്രം ഇരിക്കണത് താഴെ ആളുടെ സ്നാക്സ് ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്നാക്സ് സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ബിസ്ക്കറ്റ് അതൊന്നും വെച്ച് കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് പഴമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പഴം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ടീസ്പൂണും വെച്ച് കൊടുത്താൽ അത് സ്നാക്സ് ടൈമിൽ തിന്നുള്ളൂ കേട്ടോ. ഇനി ടിഫിൻ ബോക്സൊക്കെ നന്നായി തുടച്ചിട്ട് അത് ടേബിളിൽ കൊണ്ടുവച്ച് കൊടുക്കണം. അപ്പോൾ രാവിലത്തെ വലിയൊരു കടമ്പ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ സ്ലാവും പിന്നെ ഗ്യാസിൻ്റെ അടുപ്പുമൊക്കെ തുടച്ച് വൃത്തിയാക്കലും കഴുകലൊക്കെ ഉണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്തത് അപ്പോൾ കഴുകണം. കാരണം പിന്നെ ഭാരിച്ച പണികളൊന്നും ഉണ്ടാവില്ല. എടുക്കണ പാത്രങ്ങൾ അപ്പോഴേ കഴുകിയാൽ നമുക്ക് ഒരു പകുതി ഭാരം തന്നെ കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക്
ഇനി ഗ്യാസിൻ്റെ അടുപ്പൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ താഴെ വന്നിട്ട് ചോദിക്കണത്, എനിക്ക് വന്നിട്ട് ചോദിക്കണം ഇന്ന് സ്കൂളിൽ അത് പഠിക്കാനുണ്ടോ, ഇത് പറയാനുണ്ടോ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ടോപ്പിക്സ് കൊടുത്തിട്ട് പറയാനുണ്ടാവും. അപ്പം എന്നാൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ സമാധാനത്തിൽ പോയിരിക്കണ്ട, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കൊടുത്തിട്ട് ചെറിയൊരു കരച്ചിലിൻ്റെ പണി ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലയെന്നൊക്കെ സമാധാനത്തിൽ പോയ ആൾ നമുക്ക് ബേസണൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കട്ടെ കേട്ടോ. അതുപോലെ ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അടുപ്പിൽ ചാരം വെച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ തുണിയൊക്കെ ഒന്ന് ആ ബേസണിൽ ഇട്ടിട്ട് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായി കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ രാവിലത്തെ അവിടുത്തെ പണി. അപ്പം നമ്മുടെ അടുക്കള ക്ലീനായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാമു അലൈക്കും.